വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാൽ. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാൽ. വരുവിൻ 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 സോദരരേ, ഒരു വരമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരേ, ഒരു വരമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാൽ. നാമത്തിൽ നിങ്ങളൊന്നു ചേരുമ്പോൾ എന്നോർമ്മയ്ക്കായി ഇതു ചെയ്തിടുവിൻ. നാമത്തിൽ നിങ്ങളൊന്നു ചേരുമ്പോൾ എന്നോർമ്മയ്ക്കായി ഇത് ചെയ്തിടുവിൻ. എന്നരുളിയ മിശിഹാതൻ ഓർമ്മയിൽ ഹൃദയം ചേർത്തിടാം ബലിയർപ്പിക്കാം. എന്നരുളിയ മിശിഹാതൻ ഓർമ്മയിൽ ഹൃദയം ചേർത്തിടാം ബലിയർപ്പിക്കാം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടി. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. കാരണം കർത്താവിൻ്റെ അനന്തമായ കൃപയാണ് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധമായ ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോകമെമ്പാടും ഒത്തിരിയേറെ മക്കൾ, അല്ലെങ്കിൽ ലോകം മുഴുവനും കർത്താവിൻ്റെ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കാതെ ഒത്തിരിയേറെ മാനസികമായി ആധ്യാത്മികമായൊക്കെ പ്രയാസപ്പെടുന്ന ഈ അവസരത്തിൽ നമ്മളൊക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ്. കർത്താവിൻ്റെ വിരുന്നുമേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടുവാൻ സാധിച്ചതിന്, നമ്മെ ഒരുമിച്ച് കൂട്ടിയതിന് സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ ബലിയിൽ സംബന്ധിക്കുവാൻ, ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പരിശുദ്ധമായ ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പ്രാർത്ഥനകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദിവ്യരഹസ്യം യഥായോഗ്യം അർപ്പിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും വന്നുപോയിട്ടുള്ള എല്ലാ പാപകടങ്ങളെയും ദൈവതിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തന ദൈവമേ, താതന മങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തു യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നേതാവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്നത് പോലെ അനശ്വരമായവയും മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒന്നാം വായന.
രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഒരു രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. സോളമൻ പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നിയമത്തെ അങ്ങയുടെ നിയമത്തെ ഞാൻ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയത്തേക്കാൾ അങ്ങയുടെ വദനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നിയമത്തെ അങ്ങയുടെ നിയമത്തെ ഞാൻ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. എത്രയധികം സ്നേഹിക്കുന്നു. ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനമനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നിയമത്തെ അങ്ങയുടെ നിയമത്തെ ഞാൻ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. എത്രയധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തെയും കാൾ അധികം സ്നേഹിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നിയമത്തെ അങ്ങയുടെ നിയമത്തെ ഞാൻ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. എത്രയധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്. ഞാൻ അവ പാലിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നിയമത്തെ അങ്ങയുടെ നിയമത്തെ ഞാൻ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. എത്രയധികം സ്നേഹിക്കുന്നു. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും. പ്രിയ സഹോദരരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, അവിടുന്ന് മുൻകൂട്ടി അറിയുന്നവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇതു തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിനു വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് സദൃശ്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലൂടെ ഇന്ന് ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് 2 ഉപമകളിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ആദ്യത്തെ ഉപമ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യമെന്ന് അവിടെ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുന്ന വ്യാപാരിക്ക് തുല്യമാണ് സ്വർഗരാജ്യം. രണ്ടാമത്തെ ഉപമയിൽ പറയുന്നത് യുഗാന്ത്യത്തെക്കുറിച്ചാണ്. സ്വർഗരാജ്യത്തിൽ കടലിൽ എറിയപ്പെട്ട വല പോലെയാണത്. അവിടെ മത്സ്യം പിടിക്കുന്നവർ നല്ല മത്സ്യവും ചീത്ത മത്സ്യവും വേർതിരിക്കും. യുഗാന്ത്യത്തിൽ കൊയ്ത്തുകാരൻ കതിരും പതിരും വേർതിരിക്കുന്നത് പോലെ നീതിമാന്മാരെയും നീതിരഹിതരെയും വേർതിരിക്കുമെന്നും രണ്ടാമത്തെ ഉപമയിലൂടെ യേശു പറയുന്നു. ആദ്യത്തേത് എപ്രകാരമാണ് ഒരുവൻ സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ പരിശ്രമിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, രണ്ടാമത്തെ ഭാഗം എപ്രകാരമാണ് യുഗാന്ത്യത്തിൽ നമ്മളൊക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ലളിതമായിട്ട് കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യം എപ്രകാരം കരസ്ഥമാക്കാം. ഒരുവൻ ഒരു നിധി ഒളിഞ്ഞുകിടക്കുന്ന പറമ്പ് കണ്ടെത്തുകയും തനിക്കുള്ള മറ്റ് വസ്തുവകകളെല്ലാം വിറ്റുപേക്ഷിച്ചുകൊണ്ട് ഈ വയൽ സ്വന്തമാക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അമൂല്യമായതിനു വേണ്ടി നമ്മൾ പലതും ത്യജിക്കേണ്ടി വരുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സ്വർഗരാജ്യം എന്നുള്ള നിധി ഒളിഞ്ഞുകിടക്കുന്ന വയൽ സ്വന്തമാക്കുവാൻ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ക്ഷണികമായ പലതും
വിട്ടുപേക്ഷിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ വലിയ രത്നം അല്ലെങ്കിൽ നിധി അടങ്ങിയിരിക്കുന്ന ഈ വസ്തു നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമാണ് സ്വർഗരാജ്യം നമ്മളൊക്കെ കരസ്ഥമാക്കേണ്ടത്. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നു, യുഗാന്ത്യത്തിൽ നല്ല മത്സ്യവും ചീത്ത മത്സ്യവും വേർതിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൃഷിക്കാരൻ കതിരും പതിരും വേർതിരിക്കുന്നത് പോലെ അവിടുന്ന് നീതിമാന്മാരെയും നീതിരഹിതരെയും വേർതിരിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യമെന്ന ആ വലിയ നിധി സ്വന്തമാക്കുവാൻ പലതും വിട്ടുപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്രകാരം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും ക്രിസ്തുനാഥൻ്റെ അന്ത്യവിധിയിൽ യോഗ്യതയോടുകൂടെ അവിടുത്തെ വിരുന്നിൽ പങ്കുചേരുവാൻ നമ്മൾ അർഹരായി തീരുകയും ചെയ്യട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിലും ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യദൈവമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും മരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പവും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. പ്രിയ സഹോദരരെ, നമ്മുടെയും സമസ്ത സഭയുടെയും ആവശ്യങ്ങൾക്കായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തിരുസഭ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും പ്രത്യേകിച്ച് നമ്മുടെ രൂപത അധ്യക്ഷനായ കാരിക്കാശ്ശേരി പിതാവിനെയും നമ്മുടെ ഇടവകയെ നയിക്കുന്ന ആൻ്റണി അച്ഛനെയും ടോണി അച്ഛനെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കാലത്തിൻ്റെ അവസ്ഥകളെ ബോധ്യപ്പെട്ടുകൊണ്ട് അജഗണങ്ങളെ നയിക്കുവാൻ വേണ്ട ആത്മീയ ചൈതന്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹവും കരുണയും തുടിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അനുഗ്രഹപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, എല്ലാ കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും സമർപ്പിക്കുന്നു. വിജയമറിഞ്ഞ് തുടർ പഠനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം പകർന്നു നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് ഏശയ്യാ വഴി അരുൾ ചെയ്ത ദൈവമേ, ലോകവ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും ഈ ഭൂമുഖത്തെ മുഴുവനായും അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ തുടച്ചു നീക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും എന്ന് എഴുതപ്പെട്ടിട്ടുള്ളതുപോലെ ഞങ്ങളുടെ എല്ലാ മരിച്ച ആത്മാക്കൾക്കും നിത്യശാന്തി നൽകി അങ്ങേ സ്വർഗീയ ഭവനത്തിൽ ചേർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, അങ്ങയോട് യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ലഭിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പൂർണ്ണമായി ഏകിടുന്നു ദൈവമേ, ഉയരുമേ കാഴ്ചയേറ്റുവാങ്ങണേ. കുറവുകൾ കരുണയോടെ നീക്കണേ. പൂർണ്ണരായി മാറുവാൻ കൃപ തോന്നണേ. പൂർണ്ണമായി ഏകിടുന്നു ദൈവമേ, ഉയരുമീ കാഴ്ചയേറ്റുവാങ്ങണേ. ക്രൂശിലെ പരിപൂർണ ബലിയിൽ ചേർത്തിടാൻ നാഥാ, നൽകിടാം നിന്ദാനമാമി ജീവിതം. ക്രൂശിലെ പരിപൂർണ ബലിയിൽ ചേർത്തിടാൻ നാഥാ, നൽകിടാം നിന്ദാനമാമി ജീവിതം. നിന്റെ ദിവ്യ സ്പർശനം ഇന്നേകിടോ, ഞങ്ങൾ നിന്റേതായി തീരുവാൻ വരമേകണേ. നിന്റെ ദിവ്യ സ്പർശനം ഇന്നേകിടൂ, ഞങ്ങൾ നിന്റേതായി തീരുവാൻ വരമേകണേ. പൂർണ്ണമായി ഏകിടുന്നു ദൈവമേ, ഉയരുമേ കാഴ്ചയേറ്റുവാങ്ങണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ പ്രാർത്ഥിക്കും. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത്യുചിതവും ന്യായവും എത്രേ.
സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദപരിതരായി ഒന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ,
ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കാരിക്കശ്ശേരി മെത്രാനോടും വൈദികഗണത്തോടും സന്യസ്തരോടും അങ്ങേ വിശ്വാസ സമൂഹത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതന്ത്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്ത്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നാവിൽ എന്നീശോധൻ നാമം, കാതിൽ എന്നീശോധൻ നാദം, കണ്ണിൽ ഈശോധൻ രൂപം, നെഞ്ചിൽ ഈശോധൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോധൻ നാമം, കാതിൽ എന്നീശോധൻ നാദം, കണ്ണിൽ ഈശോധൻ രൂപം, നെഞ്ചിൽ ഈശോധൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോധൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു. നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോധൻ നാമം, കാതിൽ എന്നീശോധൻ നാദം, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച കൂടിയ പാരിഷ് കൗൺസിൽ യോഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൊച്ചച്ഛൻ ടോണിയച്ഛൻ ഈ ആഴ്ച ചാലക്കുടിയിലേക്ക് സ്ഥലം മാറിപ്പോവുകയാണ്.
അച്ഛന് വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പുതിയ കൊച്ചച്ഛൻ അടുത്ത മാസം എത്തിച്ചേരുന്നതാണ്. എല്ലാവരും അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ ചാലക്കുടിയിൽ നമുക്ക് ഒരു ദേവാലയമുണ്ട്, അവിടെ സഹായിക്കാനായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആലുവ സെമിനാരിയിൽ തിയോളജി പഠിക്കാനായിട്ട് അവിടെ നിന്ന് ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ പഠിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നൽകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പ്രിയപുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ നിത്യസ്മാരകമായ ദിവ്യകുദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.